റിക്കു മേടിച്ചു പോയി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തൊണ്ടയെല്ലാം ചെറുതായിട്ടൊന്ന് അറിഞ്ഞിട്ടാണെന്നുള്ളത് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ തമ്പുനയിൽ കണ്ട പോലെ തന്നെ നമ്മളെ കണ്ണൂരിൽ തെയ്യം കാണാൻ പോകുകയാണ് കേട്ടോ. കണ്ണൂരിൽ തെയ്യം എന്ന് എടുത്തു പറയാൻ കാരണം മറ്റ് പല ജില്ലക്കാരും നമ്മളെ വീഡിയോ കാണുന്നുണ്ടാകുമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം ഇപ്രാവശ്യത്തെ തെയ്യം കാണാൻ പോകുന്നത് വേറെ ഇടയില്ല, നമ്മളെ വീട്ടിൻ്റെ ബാക്കിൽ തന്നെയുള്ള വീടാണ് ധന്യേച്ചീൻ്റെത്. അപ്പം ധന്യേച്ചീൻ്റെ അമ്മേൻ്റെ വീട് എന്നെല്ലാം പറയില്ലേ, അമ്മേൻ്റെ വീട് തന്നെ. അതായത് അവർ തറവാട്ടിലുള്ള തെയ്യാന്നേ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാനുണ്ട്, റിക്കൂട്ടനുണ്ട്, പിന്നെ നമ്മളെ ജീനാമ്മയുണ്ട്, പിന്നെ ധന്യേച്ചിൻ്റെ മോനാണ് തേജൂട്ടൻ, ധന്യേച്ചിൻ്റെ ഭർത്താവാണ് ഷിജുവേട്ടൻ. അപ്പം ഷിജുവേട്ടൻ്റെ ഓട്ടോയിലാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവരവിടെ എന്തോ രണ്ടാളും കൂടിയിട്ട് ചെരുപ്പ് വാങ്ങാൻ പോയി, തേജൂട്ടനും ഷിജുവേട്ടനും കൂടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ കതിരൂര് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം പോയ അവിടെ തന്നെ ധന്യേച്ചി വീട്ടിൽ നിന്ന് നമുക്ക് അവിലും പ്രസാദം ഉണ്ടാവില്ല അത് തന്ന്, പിന്നെ പായസം എല്ലാം തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതിങ്ങനെ കഴിക്കുവാണ്. റിക്കുവാണെങ്കിൽ അതിലുള്ള മുന്തിരി മാത്രമേ തിന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ തറവാട്ട് വീടിൻ്റെ ഉള്ളിൽ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മളാ പണ്ടത്തെ ആ ഒരു വീടില്ലേ, ഇടയ്ക്ക് ചാണകം മെഴുകിയിട്ട് ഇങ്ങനെ റൂമെല്ലാം ഇങ്ങനെ ഉള്ളിലേക്കുള്ള കുഞ്ഞി കുഞ്ഞി അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ ഇത്. അപ്പം അപ്പം അങ്ങനെ വീടും കാര്യങ്ങളാണ്. അപ്പോൾ റിക്കു ഇങ്ങനെ പുതിയൊരു വീടും ഇതെല്ലാം കണ്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തിൽ നോക്കി നിൽക്കുന്നുണ്ടതിനെ. അപ്പം ഇതാണ് നമ്മളെ തത്തമ്മ, തത്മയാന്നാണ് കേട്ടോ പേര്. നമ്മൾ തത്തമ്മ തത്തു എന്നെല്ലാം വിളിക്കും. ധന്യേച്ചിൻ്റെ മോളാണ് കേട്ടോ. അപ്പം ധന്യേച്ചി മാറ്റി റെഡിയാകാനെല്ലാം വേണ്ടിയിട്ട് പോകുവാണ്. അപ്പം ഇതിൻ്റെ വീട്ടിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ഈ അമ്പലം വരുന്നത്. കാവ്, അമ്പലമല്ല, കാവ് എന്നല്ല പറയാം അങ്ങനെ. അപ്പോൾ റിക്കു ജീനാമ്മീൻ്റെ അടുത്ത് ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് നമ്മൾ രാവിലെ ഞാനിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് തെയ്യം കാണാൻ പോണ്ടേന്ന് കേട്ടോ. റിക്കുവിൻ്റെ സത്യം പറഞ്ഞാൽ നല്ല പേടിയാണ് ഇതുപോലെ മുഖത്ത് ഇങ്ങനെ ഇതെല്ലാം കിട്ടിയിട്ടുള്ള ആളെല്ലാം കാണാൻ വേണ്ടിയിട്ട്, നല്ല പേടിയാണേ. അപ്പോൾ അവന് ഞാനൊരു 20 ഉറുപ്പെല്ലാം കൈ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പോക്കറ്റിൽ വെക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ് റിക്കും. ഭണ്ണാരത്തിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അപ്പം അതിൻ്റെ അടുക്കാന്ന് ജോലിയിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിന്. അങ്ങനെ റിക്കുവിന് അമ്മേനെയും അച്ഛനെ എല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ട് ഓനിങ്ങനെ അവരെല്ലാം കാണുമ്പോഴേക്ക് ഇവന് പിന്നെ ഭയങ്കര സൊള്ളായിരുന്നു കേട്ടോ. ഓടെ ഇങ്ങനെ നിന്ന് തുള്ളി കളിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം തെയ്യം അങ്ങനെ തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് കേട്ടോ. അപ്പം ധന്യേച്ചി നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വീഡിയോ എടുക്കുന്നിട്ട് ഓടിയതാണ്. അപ്പം എൻ്റെ അടുക്കൽ തന്നെ വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ ധന്യേച്ചി ഇട്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം റിക്കൂട്ടൻ ഇതാ ചെണ്ട മുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഓനിങ്ങനെ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചെണ്ടമുട്ടിൽ തുടങ്ങിയാൽ പിന്നെ അതിന് ശേഷം പിന്നെ അടുത്ത ഇത് ദൈവം, ഇത് കുട്ടിച്ചാത്തൻ്റെ വെള്ളാട്ടമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിന് ആ ദൈവം. അപ്പോൾ അവിടെ കാവിൽ പോയിട്ട് അവരിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു ഇതാക്കുന്നെല്ലാം ഉണ്ട്. അപ്പം ചെണ്ടയെല്ലാം നല്ലോണം മുട്ടുന്നുണ്ട്. അപ്പം ഇനി ഈ ദൈവത്തിൻ്റെ ഒരു വെള്ളാട്ടമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ റിക്കു ഇങ്ങനെ കാര്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അവന് ശരിക്കും പറഞ്ഞാൽ പേടിയുമാണ്, പക്ഷെ കാണണമെന്നുമുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മൾ തൽക്കാലം വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ കണ്ടു, കാരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പിന്നെ പോയിട്ടുണ്ടായില്ല കേട്ടോ.
അപ്പോൾ റിക്കൂട്ടിനെ കുറച്ച് സമയം ജീനാമി എടുത്തിട്ട് നിന്നു. പിന്നെ ഞാൻ റിക്കൂട്ടനെ എടുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുറച്ച് സമയം പിന്നെ അവൻ എൻ്റെ ഉരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നല്ലപോലെ നോക്കുന്നുണ്ട് അതിനെ. പിന്നെ റിക്കുവിനെ എടുത്ത് കൈ കടഞ്ഞ് ഫോണും എടുത്ത് കൈ കടഞ്ഞപ്പം നമ്മൾ അവിടെ പോയിട്ട് ഇരുന്ന്. പിന്നെ അവിടെ ഇരുന്നാലും നമുക്ക് ഇങ്ങനെ ദൈവത്തിനെ കാണാൻ പറ്റുന്നുണ്ടായിന് കേട്ടോ.
അങ്ങനെ പിന്നെ അടുത്തുള്ളൊരു കുട്ടി ബലൂണ് വാങ്ങിയിട്ട് റിക്കൂട്ടൻ ബലൂണ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ എന്നെ പിടിച്ച് വലിച്ച് ഞാൻ പോകുന്നില്ല എന്ന് കണ്ടതിന് ധന്യേച്ചിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പം അങ്ങോട്ടേക്ക് ആ ഒരു റോഡ് പോലെ കാണുന്നില്ല, അവിടെയാണ് കടയുള്ളത്. അപ്പോൾ ഓനത് വരുമ്പേ കണ്ടീന്. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ധന്യേച്ചിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വിളക്ക് കത്തിച്ചതും നമ്മളെ എന്താ ആ ഒരു വാരിയില്ലേ, നമ്മളെ ഓട് വെച്ച വാരി, അതെല്ലാം ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് മറ്റേ ദൈവം മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായത് കേട്ടോ. റിക്കൂട്ടൻ അപ്പം തന്നെ സ്പോട്ടിൽ വരുന്ന കണ്ടപാടന്നെ പേടിച്ചോടി താഴെ എൻ്റെ അടുത്തേക്ക് വന്ന് റിക്കുവിൻ്റെ പേടിച്ചിട്ടുള്ള മുഖം എല്ലാവരും കണ്ടില്ലേ. അങ്ങനെ പിന്നെ അവൻ കുറേ സമയം എൻ്റെ ഊരെ തന്നെ നിൽക്കുന്നുണ്ടായിന് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും ജീനാമിയും റിക്കും കൂടിയിട്ട് അവിടെ ബലൂണ് വാങ്ങിക്കാൻ പോയി കേട്ടോ. അപ്പം ഞാൻ സാധാരണ നോർമൽ ബലൂൺ 20 രൂപേൻ്റെ 10 രൂപേൻ്റെ അങ്ങനെയല്ല, അതാണ് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചത്. പക്ഷേ അവൻ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്നിട്ട് പിന്നെ ജീനാമി അവനത് വാങ്ങിക്കൊടുത്ത്. അപ്പം അത് കിട്ടിയതിന് ശേഷമുള്ള റിക്കുൻ്റെ സന്തോഷമാണത്. എന്നിട്ട് അവിടുന്ന് പോവാലോ എന്ന് പറഞ്ഞപ്പോൾ വരുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എങ്ങനെയല്ലോ ഞാൻ പിടിച്ച് വലിച്ചാലും നമ്മളെ കൂടെ തന്നെ ഇങ്ങ് പോകുന്നത്. പിന്നെ കുറേ സമയം എന്നെ കൊണ്ടുള്ള കളിയായിരുന്നു. അപ്പം മറ്റേ കുട്ടീൻ്റെ കയ്യിൽ അത് കണ്ടപ്പോഴേ ഓനത് വേണമെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിന്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെ അന്നത്തെ ജലദോഷം ശരിക്കും പോയിട്ടില്ല. അപ്പം സൗണ്ടിന് ചെറിയൊരു മാറ്റം ഉണ്ടാകും, ഇടയ്ക്കൊരു കിരികിരികളുണ്ടാകും. അപ്പം എല്ലാവരും അതൊന്ന് ക്ഷമിക്കണേ. എല്ലാവരും അങ്ങനെ ആ ബലൂണും കൊണ്ട് കളിച്ച് അത് റിക്കോ നമ്മളെ തത്തമ്മക്ക് കൊടുത്തിട്ട് എന്താ പറഞ്ഞെന്നാ, ബാ നമുക്ക് വലുത് വാങ്ങാൻ പോവാലോ. ഞാൻ പറഞ്ഞു, മോനെ അവിടെ ഉള്ളതിൽ ഏറ്റവും വലുതാതാ എൻ്റെ കയ്യിലുള്ളത്, ഇനി അവിടെ വലുതില്ല എന്ന് പറഞ്ഞിട്ട് ഒതുക്കി കേട്ടോ അവനെ. എന്നാലും നിൽക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പിന്നെ ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്നാൽ ഐസ്ക്രീം വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അടുത്ത പിടിവലി കേട്ടാ. റിക്കോന് ഇനി നമ്മളെ കയ്യിലൊന്നും കിട്ടൂല മക്കളെ. അങ്ങനെ പിന്നെ അവൻ്റെ വാശിക്കൊന്നും നിന്നിട്ടില്ല. അപ്പോഴേക്ക് വേറൊരു ദൈവം ഇങ്ങനെ കെട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിനെ. അപ്പം നമ്മൾ ആ ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോയി.
കേസ് സ്ഥലത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസിലെത്തേണ്ടതാണ്. അപ്പോൾ ഇപ്പം തന്നെ സമയം 9 മണി എങ്ങാനായിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. കണ്ടില്ല, നല്ല ചൂട് ചോറായിരുന്നു കേട്ടോ. നല്ല സാമ്പാറും പച്ചടിയും അച്ചാറും പിന്നെന്തായിരുന്നു പച്ചക്കറി കറി, ഇതെല്ലാം കൂട്ടിയിട്ടുള്ള ചോറും നമ്മൾ കഴിച്ചു. അപ്പോൾ കഴിച്ചിറങ്ങിയ പാടെ തന്നെ നമുക്ക് അവിടെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ വേഗമായി ഓട്ടോ കയറ്റി വീട്ടിലെത്തി. അപ്പോൾ ഓട്ടോ തന്നെ റിക്കൂട്ടം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയത്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.